ഹലോ നമസ്കാരം എല്ലാ കുട്ടികൾക്കും ലിജാച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഫ്രെയിമിംഗ് വാല്യൂസ് ലിറ്റററി ആൻഡ് കൾച്ചറൽ നറേറ്റീവ്സ് ഫോർ ഹ്യൂമാനിറ്റീസ് ആൻഡ് അതർ BA പ്രോഗ്രാംസ് എന്നുള്ള സബ്ജക്റ്റ് നമ്മുടെ തേർഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VSC ആണ്, വാല്യൂ ആഡഡ് കോഴ്സ് ആണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ MDCയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ 2 സെമ്മിന് ചെയ്തതുപോലെ തന്നെ ഫുൾ ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തതിന് ശേഷം അവസാനം എൻഡ് ഓഫ് ദി സെമസ്റ്റർ നമ്മൾ എന്ത് ചെയ്യും, റിവിഷൻ വീഡിയോസ് ഷോർട്ട് നോട്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നോബൽ പ്രൈസ് അക്സെപ്റ്റൻസ് സ്പീച്ച് ബൈ വാങ്കാരി മാത്തായി. വാങ്കാരി മാത്തായിയുടെ നോബൽ പ്രൈസ് വാങ്ങിക്കുന്ന സമയത്തെ ആ ഒരു സ്റ്റേജിലുണ്ടായിട്ടുള്ള ഒരു സ്പീച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആരാണ് നമ്മുടെ വാങ്കാരി മാത്തായി? അപ്പോൾ അവർ ഒരു നമ്മുടെ എന്താ പറയുക, സെൻട്രൽ ഏഷ്യയിലും സെൻട്രൽ ആഫ്രിക്കയിലും അതേപോലെ തന്നെ ഈസ്റ്റ് ആഫ്രിക്കയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യമായിട്ട് ഡോക്ടറേറ്റ് ഡിഗ്രി നേടിയിട്ടുള്ള സ്ത്രീ ആണ് നമ്മുടെ വാങ്കാരി മാത്തായി എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ മാത്രമല്ല അവർ നമ്മൾ ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ല, ഒരു എൻവയൺമെൻറ്റൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടർ കൂടെയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് കേട്ടോ. നമ്മുടെ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടറാണ് നമ്മുടെ വാങ്കാരി മാത്തായി എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ അവർ പ്രധാനമായിട്ടും അവരുടെ ടയർലെസ് ആയിട്ടുള്ള എഫേർട്ടുകൾ അവരെടുത്തിട്ടുള്ള ഡെമോക്രസിക്ക് വേണ്ടിയിട്ട്, മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത്രയും ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് നമ്മൾ വാങ്കാരി മാത്തായി എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ അവർക്ക് 2004 അവർക്ക് എന്ത് ചെയ്യാണ്, നോബൽ പ്രൈസ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് December 10, 2004 നോബൽ പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നടത്തിയിട്ടുള്ള ഒരു ലെക്ചർ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നടത്തിയിട്ടുള്ള സ്പീച്ചാണ് നമുക്കിപ്പോൾ പഠിക്കാൻ ഉള്ളത്. നോബൽ ലെക്ചർ അല്ലെങ്കിൽ നോബൽ സ്പീച്ച് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലോട്ട് നമുക്ക് പോകട്ടെ. ഇൻട്രൊഡക്ഷനിൽ അവരെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. അത് കംപ്ലീറ്റ് ഒന്നും നമ്മൾ പറയുന്നില്ല, നമുക്ക് ടെക്സ്റ്റ് ചാപ്റ്റർ തന്നെ നമുക്ക് ഒത്തിരി ലെങ്തിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം കേട്ടോ. Nobel Lecture, Oslo, December 10, 2004. Your Majesties, Your Royal Highnesses, Honorable Members of the Norwegian Nobel Committee, Excellencies, Ladies and Gentlemen. അപ്പോൾ അഭിസംബോധന ചെയ്യാനുണ്ട് അവിടെയുള്ളവരെയൊക്കെ. I stand before you and the world humbled by this recognition and uplifted by the honor of being the 2004 Nobel Peace Laureate. സമാധാനത്തിലുള്ള നോബൽ പ്രൈസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഡേറ്റ് വർഷം ഓർത്ത് വയ്ക്കണം. 2004 December 10 നോബൽ പ്രൈസാണ്. ആ ഒരു ബേസിക് പോയിന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് ഓർത്ത് അങ്ങനെ തെറ്റിക്കില്ലേ. ആസ് ദ ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ ടു റിസീവ് ദിസ് പ്രൈസ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ ആണ് ഈ ഒരു പ്രൈസ് നേടുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വുമൺ ആണ്. ഐ അക്സെപ്റ്റ് ഇറ്റ് ഓൺ ബിഹാഫ് ഓഫ് ദി പീപ്പിൾ ഓഫ് കെനിയ ആൻഡ് ആഫ്രിക്ക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയുക, നോബൽ പ്രൈസ് ഞാൻ എന്ത് ചെയ്യുകയാണ്, കെനിയയിലെയും ആഫ്രിക്കയിലും ആളുകൾക്ക് സമർപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാനെന്താ വാങ്ങിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ അവർ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ അവർ കെനിയയിലും ആഫ്രിക്കയിലെയും ജനങ്ങളെയാണ് അവരവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. ആൻഡ് ഇൻഡീഡ് ദ വേൾഡ്, മാത്രമല്ല മൊത്തം ലോകത്തിനെ തന്നെ അവരവിടെ എടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഐ എം എസ്പെഷ്യലി മൈൻഡ്ഫുൾ ഓഫ് വിമൻ ആൻഡ് ദ ഗേൾ ചൈൽഡ്. ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും കാര്യത്തിലാണ്. ഐ ഹോപ്പ് ഇറ്റ് വിൽ എൻകറേജ് ദം ടു റേസ് ദെയർ വോയിസസ് ആൻഡ് ടേക്ക് മോർ സ്പേസ് ഫോർ ലീഡർഷിപ്പ്. ഐ നോ ദ ഹോണർ ഓൾസോ ഗീവ്സ് എ ഡീപ് സെൻസ് ഓഫ് പ്രൈഡ് ടു അവർ മെൻ ബോത്ത് ഓൾഡ് ആൻഡ് യങ്. ഇപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമല്ല, ഇതൊരു എല്ലാവർക്കും ആ ഒരു അഭിമാന നിമിഷമാണ്. പുരുഷന്മാർക്കായാലും എല്ലാവർക്കും ആ ഒരു ഓൾഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, യങ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ പറയുന്നത് ഒരു അഭിമാന നിമിഷമായിട്ട് കാണുമെന്ന് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. As a mother, I appreciate the inspiration this brings to the youth and urge them to use it to pursue their dreams. അപ്പോൾ അവർ പറയാണ്, ഒരമ്മ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്ത് വിചാരിക്കുകയാണ്, എൻ്റെ ഈ ഒരു നേട്ടം മറ്റുള്ളവരെല്ലാവരും അതൊരു ഇൻസ്പിറേഷനായിട്ട് ഏറ്റെടുക്കുകയും അവർക്ക് അവരുടെ സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാനുള്ളൊരു മാർഗമായിട്ട് ഈ ഒരു ഇൻസ്പിറേഷൻ എടുക്കുകയും ചെയ്യുമെന്ന് അവർ പ്രത്യാശിക്കുകയാണ്. Although this prize comes to me, it acknowledges the work of countless individuals and groups across the globe. ഒരുപാട് ആളുകളുടെ ഒക്കെയും ഹാർഡ് വർക്കിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെയും എന്താ പറയുക, ആ ഒരു വർക്ക് അവരുടെയൊക്കെ കഠിനാധ്വാനത്തിനെ അക്നോളജ് ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് ഒരു പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ദേ വർക്ക് ക്വയറ്റ്ലി ആൻഡ് ഓഫൻ വിത്തൗട്ട് റെക്കഗ്നീഷൻ ടു പ്രൊട്ടക്ട് ദ എൻവയൺമെൻറ്റ്, പ്രൊമോട്ട് ഡെമോക്രസി, ഡിഫെൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് എൻഷുർ ഈക്വാളിറ്റി ബിറ്റ്വീൻ വിമൻ ആൻഡ് മെൻ. ഈക്വാളിറ്റിക്ക് വേണ്ടിയിട്ടും എൻവയൺമെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഒരുപാട് പേര് എൻ്റെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള ഒരുപാട് പേര് സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. അവരൊന്നും എന്ത് ചെയ്തിട്ടില്ല, എവിടെയും തിരിച്ചറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ എവിടെ അവർ തിരിച്ചറിയപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അവർ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ളത്. അതായത് അവർ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അവരുടെ കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉള്ളതുകൊണ്ട് അവരുടെ കൂടെ അവിടെ എടുത്ത് മെൻഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബൈ സോ ഡൂയിങ് ദേ പ്ലാൻ സീഡ്സ് ഓഫ് പീസ്. അങ്ങനെ ചെയ്യുന്നതിൽ കൂടെ അവർ ചെയ്യുന്നത് എന്താണ്, വെറുതെ വിത്ത് നടുകയും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും അല്ല ചെയ്യുന്നത്. അവർ നടുന്ന ഓരോ വിത്തും എന്താണ്, സമാധാനത്തിൻ്റെ വിത്തുകളാണ്.
I know they too are proud today. അവരും ഇപ്പോൾ ഭയങ്കര പ്രൗഡായിട്ടിരിക്കുമെന്ന് എനിക്കറിയാം. To all who feel represented by this prize, I see use it to advance your mission and meet the high expectations the world will place on us. This honor is also for my family, friends, partners and supporters throughout the world. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്കും ഫാമിലിക്കും ഒക്കെ അവർ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓൾ ഓഫ് ദം ഹെൽപ്ഡ് ഷേപ്പ് ദ വിഷൻ ആൻഡ് സസ്റ്റെയിൻ അവർ വർക്ക് വിച്ച് വാസ് ഓഫൺ അക്കംപ്ലിഷ്ഡ് അണ്ടർ ഹോസ്റ്റൈൽ കണ്ടീഷൻസ്. ഐ ആം ഓൾസോ ഗ്രേറ്റ്ഫുൾ ടു ദ പീപ്പിൾ ഓഫ് കെന്യ who remained stubbornly hopeful that democracy could be realized and their environment managed sustainably. Because of this support, I am here today to accept this great honor. അതായത് പീപ്പിൾ ഓഫ് കെന്യയിലത്തെ ഓരോ മനുഷ്യരും അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിൽ അത്രയും വലിയ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടായിരുന്നു, പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഗ്രേറ്റ് ഹോണർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാനായിട്ട് സാധിച്ചത്. I am immensely privileged to join my fellow African Peace Laureates, President Nelson Mandela and F.W. de Klerk, Archbishop Desmond Tutu, the late Chief Albert Luthuli, the late Anwar El Sadat, and the UN Secretary General Kofi Annan. I know that അതായത് ഓരോ പേരുകളെടുത്ത് മെൻഷൻ ചെയ്യാനുണ്ടോ, അതായത് പ്രസിഡൻസിനെയും അങ്ങനെ ഓരോരോ പേരുകൾ എടുത്തെടുത്ത് മെൻഷൻ ചെയ്യണം. അവരുടെ അടുത്തൊക്കെയും ഞാൻ എൻ്റെ ആ ഒരു സന്തോഷം അറിയിക്കുകയാണ്. ഐ നോ ദാറ്റ് ആഫ്രിക്കൻ പീപ്പിൾ എവരിവെയർ ആർ എൻകറേജ്ഡ് ബൈ ദിസ് ന്യൂസ്. എല്ലാ ആഫ്രിക്കൻ പീപ്പിളും ഇതുകൊണ്ട് വളരെ എൻകറേജ്ഡ് ആയിട്ടുണ്ടാവും ഈ ന്യൂസ് അറിഞ്ഞതുകൊണ്ട്. And my fellow Africans, as we embrace this recognition, let us use it to intensify our commitment to our people, to reduce conflicts and poverty, and thereby improve their quality of life. നമ്മൾ സഫർ ചെയ്തിട്ടുള്ള എന്താ പറയുക പോവർട്ടി ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, അതൊക്കെ കുറച്ചുകൊണ്ട് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ലെറ്റ് us embrace democratic governance, protect human rights and protect our environment. നമ്മളവിടെ എന്ത് ചെയ്യണം, ഡെമോക്രാറ്റിക് ഗവേണൻസിനെ എംബ്രേസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട മനുഷ്യാവകാശങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സ്വന്തം എൻവയോൺമെൻറ്റിനെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഐ എം കോൺഫിഡൻറ്റ് ദാറ്റ് വി ഷാൾ റൈസ് ടു ദ ഒക്കേഷൻ. I have always believed that solutions to most of our problems must come from us. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും നമ്മളിൽ നിന്ന് തന്നെ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. In this year's prize, the Norwegian Nobel Committee has placed the critical issue of the environment and its linkage to democracy and peace before the world. For their visionary action, I am proudly grateful. Recognizing the sustainable development, democracy and peace are indivisible is an idea whose time has come. അപ്പോൾ അവർ പറയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം, അതേപോലെ തന്നെ ഡെമോക്രസി, അതേപോലെ തന്നെ സമാധാനം, പീസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പകുത്ത് നൽകാനായിട്ട് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് പീസുകളാക്കി മാറ്റാൻ, ഡിവൈഡ് ചെയ്യാനായിട്ട് കഴിയാത്ത സാധനങ്ങളാണ്. അവ അവിഭാജ്യങ്ങളായിട്ട് ഒന്നിച്ച് നിൽക്കേണ്ട കാര്യങ്ങളാണ് എന്ന് നമ്മളോട് മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു അതിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെയും ഡെമോക്രസിയുടെയും പീസിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ആണ് ആ ഒരു പാരഗ്രാഫിൽ അവർ പറയണം. Our work over the past 30 years has always been appreciated and engaged in these linkages. അപ്പോൾ ഇത് മൂന്നും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ 30 വർഷത്തോളമായിട്ട് നമ്മുടെ ആ ഒരു വർക്ക് ഉണ്ടായിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. മൈ ഇൻസ്പിറേഷൻ പാർട്ട്ലി കംസ് ഫ്രം മൈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്. പിന്നെ അവരുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ് അടുത്തായിട്ട് വരുന്ന ചെറിയ പാരയിൽ പറയുന്നത്. ആൻഡ് ഒബ്സർവേഷൻസ് ഓഫ് നേച്ചർ ഇൻ റൂറൽ Kenya. It has been influenced and nurtured by the formal education I was privileged to receive in Kenya. അപ്പോൾ അവർക്ക് ചെറുപ്പത്തിൽ കിട്ടിയിട്ടുള്ള ഫോർമൽ എഡ്യൂക്കേഷനെ കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു എഡ്യൂക്കേഷനിൽ നിന്നുമാണ് എനിക്ക് ഇതിനൊക്കെയുള്ള ഒരു ശക്തി കിട്ടിയിട്ടുള്ളത്. The United States and Germany. As I was growing up, I witnessed forests being cleared up and replaced by commercial plantations, which destroyed local biodiversity and the capacity of the forest to conserve water. അവർ പറയുകയാണ്, ഞാൻ വളരുന്നതിനനുസരിച്ച് ഞാൻ എന്ത് കണ്ടിട്ടാണ് വളർന്നിട്ടുള്ളത്, ഫോറസ്റ്റുകളെല്ലാം വെട്ടി നികത്തപ്പെടണം, മരങ്ങളൊക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് അവിടെയൊക്കെ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ്, കമ്പനികളും കാര്യങ്ങളൊക്കെ ഉയരുന്നതാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് കാരണം എന്ത് സംഭവിക്കുന്നു, ലോക്കൽ ബയോഡൈവേഴ്സിറ്റി അവിടെ നശിക്കുന്നതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. Excellencies, ladies and gentlemen, in 1977, when we started the Greenbelt movement, I was partly responding to needs identified by rural women, namely lack of firewood, clean drinking water, balanced diets, shelter and income. ഇനിയുള്ള പാരഗ്രാഫിൽ പറയുന്നത് റൂറൽ വിമനുടെ ഉൾഭാഗത്ത് ജീവിക്കുന്ന സ്ത്രീകളുടെ ആവശ്യങ്ങൾ, അവർ സഫർ ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ അവർ പറയാണ്, തുടക്കത്തിലൊക്കെ ഈ പറയുന്ന പോലെ സ്ത്രീകളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനോടൊക്കെ അറിവും റെസ്പോണ്ട് ചെയ്യുന്ന രീതിയൊക്കെ അവർക്ക് വളരെ കുറവായിരുന്നു. കാരണം കൂടുതൽ കാര്യങ്ങൾ അവർക്ക് അറിയാൻ സാധിക്കുന്നില്ല. കാര്യമായിട്ട് അവർക്ക് മറ്റേ വിറക് കിട്ടായ്മ, അതേപോലെ തന്നെ വാട്ടർ കിട്ടായ്മ,
ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കിട്ടായ്മ, താമസ സ്ഥലം, ഇൻകം, ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ത്രൂ ഔട്ട് ആഫ്രിക്ക, വിമൻ ആർ ദ പ്രൈമറി കെയർ ടേക്കേഴ്സ് ഹോൾഡിംഗ് സിഗ്നിഫിക്കൻറ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ടില്ലിംഗ് ദ ലാൻഡ് ആൻഡ് ഫീഡിംഗ് ദെയർ ഫാമിലീസ്. നമ്മൾ ആഫ്രിക്ക മൊത്തത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്ത്രീകളാണ് മെയിനായിട്ടും പണി കാര്യങ്ങളായിട്ട് പാടത്ത് ഉഴാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതും അതേപോലെ തന്നെ ഫാമിലീനെ നോക്കുന്നതും എല്ലാം അവർ തന്നെയാണ്. ആസ് എ റിസൾട്ട് ദേ ആർ ഓഫൺ ദ ഫസ്റ്റ് ടു ബിക്കം അവെയർ ഓഫ് എൻവയറമെൻറ്റൽ ഡാമേജ് ആസ് റിസോഴ്സസ് ബിക്കം സ്കാഴ്സ് ആൻഡ് ഇൻകാപ്പബിൾ ഓഫ് സസ്റ്റെയിനിങ് ദെയർ ഫാമിലീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യം തിരിച്ചറിയുന്നത് അവർ തന്നെയായിരിക്കും. ദ വിമൻ We worked with the recounted that unlike in the past they were unable to meet their basic needs. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ അവർക്ക് ബേസിക് നീഡ്സിനൊന്നും യാതൊരു പഞ്ഞം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം എന്താണ്, അതിനൊക്കെ അവർക്ക് ദാരിദ്ര്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ദിസ് വാസ് ഡ്യൂ ടു ദ ഡീഗ്രഡേഷൻ ഓഫ് ദെയർ ഇമ്മീഡിയറ്റ് എൻവയൺമെൻറ്റ് ആസ് വെൽ ആസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് വിച്ച് റീപ്ലേസ്ഡ് ദ ഗ്രോത്ത് ഓഫ് ഹൗസ് ഹോൾഡ് ഫുഡ് ക്രോപ്പ്. സാധാരണ വിളകൾക്കൊന്നും വളരാൻ സാധിക്കാത്ത തരത്തിൽ പരിസ്ഥിതിക്ക് നാശം സംഭവിക്കുകയും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വളർച്ച വരികയും ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ബേസിക്കായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടാതെയാവുന്നത്. ബട്ട് ഇന്റർനാഷണൽ ട്രേഡ് കൺട്രോൾഡ് ദ പ്രൈസ് ഓഫ് ദി എക്സ്പോർട്സ് ഫ്രം ദീസ് സ്മോൾ സ്കെയിൽ ഫാമേഴ്സ് ആൻഡ് എ റീസണബിൾ ആൻഡ് ജസ്റ്റ് ഇൻകം കുഡ് നോട്ട് ബി ഗ്യാരണ്ടീഡ്. അപ്പോൾ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളുടെയൊക്കെയും വില കുറയുക കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തായി പോയി, മൊത്തത്തിൽ നഷ്ടമാവാൻ തുടങ്ങി. ഐ കെയിം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് when the environment is destroyed, plundered or mismanaged, we undermine our quality of life and that of future generation. അപ്പോൾ ഇത്തരത്തിലെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ആ ഡിസ്ട്രക്ഷൻ കണ്ടു തുടങ്ങിയതോട് കൂടിയിട്ട് നമുക്ക് അവിടെ എന്ത് സംഭവിക്കുകയാണ്, വി അണ്ടർമൈൻ അവർ ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് ദാറ്റ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. നമ്മുടെ തന്നെ ലൈഫിൻ്റെ ക്വാളിറ്റിയും ഭാവിയിലുള്ള അവർക്ക് കിട്ടാനുള്ള ആ ഒരു ലൈഫിൻ്റെ ക്വാളിറ്റിയൊക്കെ നഷ്ടപ്പെടുകയാണെന്ന് നമ്മളവിടെ തിരിച്ചറിയുകയാണ്. Tree planting became a natural choice to address some of the initial basic needs identified by women. അടുത്തത് മരം വെച്ച് പിടിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. Also, tree planting is simple, attainable and guarantees quick successful results within reasonable amount of time. വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന, എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ആ റിസൾട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ആക്ഷനാണ് ട്രീ പ്ലാന്റിംഗ് എന്ന് പറയുന്നത്. ദിസ് സസ്റ്റെയിൻസ് ഇൻട്രസ്റ്റ് ആൻഡ് കമ്മിറ്റ്മെന്റ്. സോ ടുഗെദർ വി ഹാവ് പ്ലാന്റഡ് ഓവർ 30 million ട്രീസ് ദാറ്റ് പ്രൊവൈഡ് ഫ്യൂൽ, ഫുഡ്, ഷെൽട്ടർ ആൻഡ് ഇൻകം ടു സപ്പോർട്ട് ദെയർ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ആൻഡ് ഹൗസ് ഹോൾഡ് ട്രീസ്. അങ്ങനെ അവർ 30 million ട്രീകളെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഫുഡായിട്ടും ഷെൽട്ടറായിട്ടൊക്കെ പല മേഖലകളിൽ ഹെൽപ്ഫുൾ ആവുന്ന തരത്തിൽ. ദ ആക്ടിവിറ്റി ഓൾസോ ക്രിയേറ്റ്സ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇംപ്രൂവ് സോയിൽ ആൻഡ് വാട്ടർ ഷെഡ്സ്. ത്രൂ ദെയർ ഇൻവോൾവ്മെൻറ്റ് വിമൻ ഗെയിൻ some degree of power over their lives, especially their social and economic position and relevance of the family. അപ്പോൾ പറയുന്നത് ഇത്തരത്തിൽ ആ ഒരു മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു തൊഴിൽ ആയിട്ട്, എംപ്ലോയ്മെൻ്റ് ആയിട്ടും അതേപോലെ തന്നെ അതൊരു നമ്മുടെ മണ്ണിനും അതേപോലെ തന്നെ വെള്ളത്തിനും ഒക്കെ ഗുണകരമാവുന്ന രീതിയിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്ന സ്ത്രീകൾക്ക് അവരുടെ ലൈഫിൽ കുറച്ചും കൂടെ പവർ കിട്ടുകയാണ്. അതായത് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കുന്നു, അവർക്ക് കിട്ടുന്ന സോഴ്സുകൾ കൂടുതലായിട്ട് കിട്ടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് ഒന്നും കൂടെ ഈസി ആവുകയാണ് ചെയ്യുന്നത്. ദിസ് വർക്ക് കണ്ടിന്യൂസ്. ഇനീഷ്യലി ദ വർക്ക് വാസ് ഡിഫിക്കൾട്ട് ബിക്കോസ് ഹിസ്റ്ററിക്കലി അവർ പീപ്പിൾ ഹാവ് ബീൻ പെർസ്വേഡഡ് ടു ബിലീവ് ദാറ്റ് ബിക്കോസ് ദേ ആർ പുവർ ദേ ലാക്ക് നോട്ട് ഓൺലി ക്യാപിറ്റൽ ബട്ട് ഓൾസോ നോളജ് ആൻഡ് സ്കിൽസ് ടു അഡ്രസ് ദെയർ ചാലഞ്ചസ്. അപ്പോൾ മുതലേ ഉള്ളൊരു ധാരണയാണ് പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് പൈസ ഇല്ല എന്ന് മാത്രമല്ല, അവർക്ക് വിവരമില്ല, അതേപോലെ തന്നെ അറിവില്ല, അവർക്ക് കഴിവുകളില്ല എന്നൊക്കെയുള്ള വിശ്വാസങ്ങളാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പ്രശ്നങ്ങളൊന്നും നേരിടാനുള്ള പ്രാപ്തിയില്ല എന്നൊരു ധാരണയായിരുന്നു കുറേ കാലങ്ങളായിട്ടുള്ളത്. ഇൻസ്റ്റെഡ് they are conditioned to believe that solutions to their problems must come from outside. അവർ വിചാരിച്ചിരുന്നത് പുറത്തുനിന്നാണ് അവരുടെ സൊല്യൂഷൻസ് കിട്ടണം, മറ്റുള്ളവർ ഞങ്ങളെ സംരക്ഷിക്കേണ്ടവരാണ്, ഞങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരാണ് എന്നൊരു ധാരണയായിരുന്നു ഈ സാധാരണക്കാരായ ആളുകൾക്ക് ഉണ്ടായിരുന്നത്. ഫർദർ വിമൻ ഡിഡ് നോട്ട് റിയലൈസ് ദാറ്റ് മീറ്റിംഗ് ദെയർ നീഡ്സ് ഡിപ്പെൻഡഡ് ഓൺ ദെയർ എൻവയൺമെൻറ്റ് ബീയിങ് ഹെൽത്ത്ലി ആൻഡ് വെൽ മാനേജ്. അപ്പോൾ നമുക്ക് ചുറ്റുപാടുമുള്ള പരിസ്ഥിതിയെ നല്ല രീതിയിൽ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കുള്ള നീഡ്സ്, ബേസിക് നീഡ്സ് എല്ലാം നമുക്ക് സുഖമായിട്ട് നടക്കുമെന്നൊരു അറിവ് പിന്നീടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. They are also unaware that a degraded environment leads to a scramble for scarce resources and may culminate in poverty and even conflict. They were also unaware of the injustices of international economic arrangements. അവർ നേരിടുന്ന ഇൻജസ്റ്റിസുകളെ കുറിച്ച് അവർക്ക് അറിയുമായിരുന്നില്ല. അതേപോലെ തന്നെ അവർക്ക് ചുറ്റുമുള്ള പരിസ്ഥിതിക്ക് നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ബേസിക് ആയിട്ട് കിട്ടേണ്ട സ്രോതസ്സുകൾ കുറയുമെന്നും അതേപോലെ തന്നെ അവർക്ക് ദാരിദ്ര്യവും ഒരുപാട് പ്രശ്നങ്ങളും കോൺഫ്ലിക്റ്റുകളും ഒക്കെ നേരിടേണ്ടി വരുമെന്നും അവർക്ക് അന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. In order to assist communities to understand these linkages, we developed a citizen education program during which people identify their problems, the causes and possible solutions. ഇനി പറയുന്നത് കമ്മ്യൂണിറ്റീസ് നമ്മളെ എങ്ങനെ അസിസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്,
സിറ്റിസൺ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, ഡ്യൂറിങ് വിച്ച് പീപ്പിൾ ഐഡൻറ്റിഫൈ ദെയർ പ്രോബ്ലംസ്. അവിടെ ആളുകൾക്ക് എന്ത് ചെയ്യാം, സ്വയം പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാനും അതിൻ്റെ കാരണങ്ങളും അതിന് പറ്റാവുന്ന സൊല്യൂഷൻസും എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമായിട്ടത് മാറി. They then make connections between their own personal actions and the problems they witness in the environment and in the society. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവരുടെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ തന്നെ പേഴ്സണൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. They learn that our world is confronted with a litany of wars, corruption, violence against women and children, disruption and breakdown of families and disintegration of cultures and communities. നമ്മുടെ സമൂഹത്തിൽ ഈ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അക്രമങ്ങൾ, അതേപോലെ തന്നെ അഴിമതികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ദേ ഓൾസോ ഐഡൻറ്റിഫൈ ദ അബ്യൂസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കെമിക്കൽ സബ്സ്റ്റൻസസ് എസ്പെഷ്യലി എമംഗ് യങ് പീപ്പിൾ. പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ കാണുന്ന ഡ്രഗ്സിൻ്റെ ഉപയോഗം, അതൊക്കെയും എന്താണ്, വലിയ മാരകമായ വിപത്തുകൾ തന്നെയാണ്. There are also devastating diseases that are defying cures or occurring in epidemic proportions. Of particular concerns are HIVs, malaria and diseases associated with malnutrition. അതേപോലെ പലതരത്തിലുള്ള അസുഖങ്ങൾ, HIV പോലത്തെ അസുഖങ്ങൾ, അതേപോലെ തന്നെ മലേറിയ, അങ്ങനത്തെ എന്താ പറയുക വേറെ അസുഖങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ മാൽന്യൂട്രീഷൻ കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങളുടെ വ്യാപനവും ഇത് വലിയൊരു പ്രശ്നമാണ് അവർ തിരിച്ചറിയാണ്. On the environmental front, they are exposed to many human activities that are devastating to the environment and societies. These include widespread destruction of ecosystems, especially through deforestation, climatic instability, and contamination in the soil and waters that all contribute to എക്സ്ക്രൂഷിയേറ്റിംഗ് പോവേർട്ടി. അപ്പോൾ അവർ തിരിച്ചറിയുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, വനനശീകരണം, അതേപോലെ തന്നെ ക്ലൈമറ്റിൻ്റെ ഒരു അസ്ഥിരത, അതേപോലെ തന്നെ എന്താ പറയുക മണ്ണിൻ്റെയും വെള്ളത്തിനൊക്കെ ആ ഒരു എന്താ പറയുക മലിനീകരണം ആക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെ നമുക്ക് എല്ലാ തരത്തിലും പരിസ്ഥിതിക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം അവർ തിരിച്ചറിയണം. ഇൻ ദ പ്രോസസ് ദ പാർട്ടിസിപ്പൻസ് ഡിസ്കവർ ദാറ്റ് ദേ മസ്റ്റ് ബി പാർട്ട് ഓഫ് ദി സൊല്യൂഷൻ. ആ ഒരു പ്രോസസ്സിൽ അവർ എന്ത് ചെയ്യണം, പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് അവർ എപ്പോഴും ഡിസ്കവർ ചെയ്യണം ദാറ്റ് ദേ മസ്റ്റ് ബി പാർട്ട് ഓഫ് ദി സൊല്യൂഷൻ. ഞങ്ങൾ എന്താണ് ഇതിൻ്റെ പരിഹാരത്തിൻ്റെ ഭാഗങ്ങളാണെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ദേ റിയലൈസ് ദെയർ ഹിഡൻ പൊട്ടൻഷ്യൽ ആൻഡ് ആർ എംപവേർഡ് ടു ഓവർകം ഇനേഷ്യ ആൻഡ് ടേക്ക് ആക്ഷൻ. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒളിഞ്ഞിരിക്കുന്ന പൊട്ടൻഷ്യൽ നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്വയം അവിടെ ആക്ഷൻ എടുക്കണം. അല്ലാതെ മറ്റുള്ളവർ ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഇരിക്കാനായിട്ട് പാടില്ല. ദേ കം ടു റെക്കഗ്നൈസ് ദാറ്റ് ദേ ആർ ദ പ്രൈമറി കസ്റ്റോഡിയൻസ് ആൻഡ് ബെനിഫിഷ്യറീസ് ഓഫ് ദി എൻവയൺമെൻറ്റ് ദാറ്റ് സസ്റ്റെയിൻസ് ദം. നമ്മൾ തന്നെയാണ് നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതിയുടെ കസ്റ്റോഡിയൻസും അതേപോലെ തന്നെ അതിൻ്റെ ബെനിഫിഷ്യറീസും എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. എൻറ്റയർ കമ്മ്യൂണിറ്റീസ് ഓൾസോ കം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വൈൽ ഇറ്റ് ഇസ് നെസസറി ടു ഹോൾഡ് ദെയർ ഗവൺമെൻറ്റ്സ് അക്കൗണ്ടബിൾ, ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് in their own relationships with each other, they exemplify the relationship values they wish to see in their own leaders, namely justice, integrity and trust. ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് മെയിനായിട്ടും ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിനെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞു വാങ്കാരി മത്തായിയുടെ ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ് ഈ പറയുന്ന ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്. ഓൾദോ ഇനീഷ്യലി ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്സ് ട്രീ പ്ലാന്റിംഗ് ആക്ടിവിറ്റീസ്, ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ ട്രീ പ്ലാന്റിംഗ് ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. Did not address issues of democracy and peace, it soon became clear that responsible governance of the environment was impossibly without democratic space. അവിടെ നമുക്ക് വേണ്ടത് എന്താണ്, കറക്റ്റായ ഒരു ഡെമോക്രാറ്റിക് സ്പേസ് അവിടെ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗവേണൻസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. Therefore, the tree became a symbol for the democratic struggle in Kenya. ട്രീ എന്ന് പറയുന്ന മരങ്ങൾ എന്ന് പറയുന്നത് കെനിയയുടെ ഒരു ഡെമോക്രാറ്റിക് സ്ട്രഗിളിൻ്റെ തന്നെ ഒരു സിമ്പിളായിട്ട് മാറുകയാണ്. Citizens were mobilized to challenge widespread abuses of power, corruption and environmental mismanagement. In Nairobi's Uhuru Park, at Freedom Corner and in many parts of the country, trees of peace were planted to demand the release of prisoners of conscience and a peaceful transition to democracy. അപ്പോൾ ആ ഒരു സമയത്ത് മരം വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായി മാറി, സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്ന പലതരത്തിലുള്ള കറപ്ഷൻസും പലതരത്തിലുള്ള മിസ്യൂസുകൾക്കും അബ്യൂസുകൾക്കും ഒക്കെ ഉള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് അല്ലെങ്കിൽ അതിനൊക്കെ എതിരെയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന തരത്തിലുള്ളൊരു മാർഗ്ഗമാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ത്രൂ ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് തൗസൻഡ്സ് ഓഫ് ഓർഡിനറി സിറ്റിസൻസ് ആർ മൊബിലൈസ്ഡ് ആൻഡ് എംപവേർഡ് ടു ടേക്ക് ആക്ഷൻ ആൻഡ് എഫക്റ്റ് ചെയ്യും. അതിന് ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ പങ്കുചേർന്നിട്ടുണ്ടായിരുന്നു. ദ ലേൺ ടു ഓവർകം ഫിയർ ആൻഡ് എ സെൻസ് ഓഫ് ഹെൽപ്ലെസ്നെസ് ആൻഡ് മൂഡ് ടു ഡിഫെൻഡ് ഡെമോക്രാറ്റിക് റൈറ്റ്സ്. അവരെന്ത് ചെയ്തിട്ട് അതുവരെ അവർക്ക് ഉള്ളിലുണ്ടായിരുന്ന ഒരു ഭയവും അതേപോലെ തന്നെ നിസ്സഹായാവസ്ഥയൊക്കെ മറികടന്നിട്ട് മുന്നോട്ട് വരാനും ആ ഒരു ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിളുകളിലേക്ക് ഇറങ്ങി ചെല്ലാനും അവർക്കുള്ള ധൈര്യം ഈ പറയുന്ന എന്താ പറയുക അവനവൻ്റെ ഉള്ളിലുള്ള ഒരു കഴിവ് തിരിച്ചറിഞ്ഞതിൽ കൂടെയാണ്. ഇൻ ടൈം ദ ട്രീ ഓൾസോ ബിക്കെയിം എ സിംബൽ ഫോർ പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ.
അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ട്രീ എന്നുള്ളതുകൊണ്ട് ഇവിടെ എന്താണ് സിമ്പിളായിട്ട് പറയുന്നത്, പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. പീസ് ആണ് പ്രധാനമായിട്ടും, സമാധാനം, അതേപോലെ കോൺഫ്ലിക്റ്റുകൾക്കുള്ള ഒരു സൊല്യൂഷനൊക്കെ ആയിട്ട് ആണ് ട്രീനെ അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. Especially during ethnic conflicts in Kenya, when the Greenbelt movement used peace trees to reconcile disputing communities. During the ongoing rewriting of the Kenyan constitution, similar trees of peace were planted in many parts of the country to promote culture peace. Culture of peace എന്ന് പറയുന്ന സംഭവം ഇൻക്രീസ് ചെയ്തെടുക്കാൻ വേണ്ടി, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നൊരു രീതി തന്നെ ആ ഒരു കാലത്ത് നിലവിൽ വന്നു എന്നാണ് പറയണം. യൂസിങ് ട്രീസ് ആസ് എ സിമ്പിൾ ഓഫ് പീസ്, അതാണ് മെയിനായിട്ടും ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ആസ് ഇൻ കീപ്പിംഗ് വിത്ത് എ വൈഡ് സ്പ്രെഡ് ആഫ്രിക്കൻ ട്രഡീഷൻ, അതൊരു ട്രഡീഷൻ ആയിട്ട് തന്നെ മാറുകയാണ് ആഫ്രിക്കയിൽ. ഫോർ എക്സാമ്പിൾ, ഞാൻ എക്സാമ്പിൾ പറയുന്നുണ്ട്. ദ എൽഡേഴ്സ് ഓഫ് ദി കിക്കുയു ക്യാരിഡ് എ സ്റ്റാഫ് ഫ്രം ദി തിഗി ട്രീ ദാറ്റ് വെൻ പ്ലേസ്ഡ് ബിറ്റ്വീൻ ടു ഡിസ്പ്യൂട്ടിംഗ് സൈഡ്സ് കോസ്ഡ് ദം ടു സ്റ്റോപ്പ് ഫൈറ്റിംഗ് ആൻഡ് സീക്ക് റീകൺസിലിയേഷൻ. അപ്പോൾ രണ്ട് വിഭാഗക്കാർ തമ്മിൽ എന്തെങ്കിലും തർക്കം നടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ കിക്കുയു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിഗി ട്രീയുടെ ഒരു കമ്പ് പോലത്തെ, വടി പോലത്തെ ഒരു സാധനം കൊണ്ടുവന്നിട്ട് ഈ രണ്ട് സൈഡിൻ്റെയും ഇടയിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ, തർക്കിക്കുന്ന രണ്ട് വിഭാഗക്കാരുടെ ഇടയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു തർക്കം അവിടെ അവസാനിക്കണം, നമുക്ക് അനുരഞ്ജനത്തിലേക്ക് എത്തണം എന്നൊരു ഐഡിയ ആയിരുന്നു. അതോടുകൂടിയിട്ട് അവർ തമ്മിലുള്ള തർക്കം അവിടെ നിൽക്കുന്നതാണ് പറയണം. മെനി കമ്മ്യൂണിറ്റീസ് ഇൻ ആഫ്രിക്ക ഹാവ് ദീസ് ട്രഡീഷൻ. ഒരുപാട് സ്ഥലത്ത് ആഫ്രിക്കയിൽ ഒരുപാട് കമ്മ്യൂണിറ്റികളിൽ ഈ ഒരു ട്രഡീഷൻ കാണുന്നുണ്ട്. സച്ച് പ്രാക്ടീസസ് ആർ പാർട്ട് ഓഫ് ആൻ എക്സ്റ്റെൻസീവ് കൾച്ചറൽ ഹെറിറ്റേജ് വിച്ച് കോൺട്രിബ്യൂട്ട്സ് ബോത്ത് ടു ദ കൺസർവേഷൻ ഓഫ് ഹാബിറ്ററ്റ്സ് ആൻഡ് ടു കൾച്ചർ ഓഫ് പീസ്. വിത്ത് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദീസ് കൾച്ചേഴ്സ് ആൻഡ് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ വാല്യൂസ്, ലോക്കൽ ബയോഡൈവേഴ്സിറ്റി ഈസ് നോ ലോങ്ങർ വാല്യൂഡ് ഓർ പ്രൊട്ടക്റ്റഡ് ആൻഡ് ആസ് എ റിസൾട്ട് ഇറ്റ് ഈസ് ക്വിക്ലി ഡീഗ്രേഡഡ് ആൻഡ് ഡിസപ്പിയേഴ്സ്. ഇത്തരത്തിൽ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള കൾച്ചറിനെ ഒന്നും മാനിക്കാതെ പുതിയ പുതിയ വാല്യൂസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും നമ്മുടെ ബയോഡൈവേഴ്സിറ്റി അതിൻ്റെ കാരണമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ട് ഡാമേജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തന്നെയാണ് അതിൻ്റെ നെഗറ്റീവായിട്ട് വരാൻ പോകുന്നത്. ഫോർ ദിസ് റീസൺ ദി ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എക്സ്പ്ലോർസ് ദ കോൺസെപ്റ്റ് ഓഫ് കൾച്ചറൽ ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്തുകൊണ്ടുവരുന്നത്, കൾച്ചറൽ ബയോഡൈവേഴ്സിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എസ്പെഷ്യലി വിത്ത് റെസ്പെക്ട് ടു ഇൻഡിജിനസ് സീഡ്സ് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ്. അവിടെ ആ ഒരു ജൈവ വൈവിധ്യം കൊണ്ടുവരുന്നത് എന്തിൽ കൂടെയാണെന്നാണ് പറയുന്നത്, മെയിനായിട്ടും അവർ പ്രൊമോട്ട് ചെയ്യുന്നത് അവിടെ തന്നെയുള്ള വിത്തുകൾക്കും അവിടെ തന്നെയുള്ള വിളകൾക്കുമാണ്, അതേപോലത്തെ അവിടെ തന്നെയുള്ള മെഡിസിനൽ പ്ലാന്റ്സിനൊക്കെയാണ് അവരവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. As we progressively understood the causes of environmental degradation, we saw the need for good governance. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താണ്, ഗുഡ് ഗവേണൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. Indeed, the state of any country's environment is a reflection of the kind of governance in place, and without good governance, there can be no peace. ശരിയായിട്ടുള്ള രീതിയിലൊരു ഗവേണൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും നമുക്ക് പീസ് കിട്ടാൻ പോകുന്നില്ല. Many countries which have poor governance systems are also likely to have conflicts and poor laws protecting the environment. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കൺട്രീസിൽ ഈ ഒരു നല്ല രീതിയിലുള്ള ഗവൺമെൻറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തും സംഭവിക്കാറുണ്ട്, അവിടുത്തെ ലോകൾ എന്ന് പറയുന്നത്, അവിടുത്തെ നിയമ സംഹിത എന്ന് പറയുന്നത് വളരെ പുവർ ആവുകയും അവിടുത്തെ സ്വന്തം ആളുകളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലാവുകയും ചെയ്യും. In 2002, the courage, resilience, patience and commitment of members of the Green Belt movement, other civil society organizations and the Kenyan public culminated in the peaceful transition to democratic government and laid the foundation for a more stable society. 2002 ഒക്കെ ആയപ്പോഴേക്കും ഇത്തരത്തിൽ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് പോലുള്ള ഒരുപാട് മൂവ്മെൻറ്റുകളുടെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ സിവിൽ സൊസൈറ്റി എന്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ കറേജ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇടപെടാനും മുന്നോട്ടുള്ള ഒരു പ്രോഗ്രസ്സിലേക്ക് നയിക്കാനും ഒക്കെയുള്ള അവരുടെ കറേജും റെസിലിയൻസും ഒക്കെ അവർ നേടിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എക്സലൻസീസ്, ഫ്രണ്ട്സ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, It has been 30 years since we started this work. 30 വർഷത്തോളമായി നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്. ആക്ടിവിറ്റീസ് ദാറ്റ് ഡിവേസ്റ്റേറ്റ് ദ എൻവയൺമെൻറ്റ് ആൻഡ് സൊസൈറ്റീസ് കണ്ടിന്യൂ ആൻഡ് ബെറ്റർ. പക്ഷേ ഇപ്പോഴും സമൂഹത്തിന് ദോഷം സംഭവിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടുഡേ വി ആർ ഫേസ്ഡ് വിത്ത് എ ചാലഞ്ച് ദാറ്റ് കോൾസ് ഫോർ എ ഷിഫ്റ്റ് ഇൻ അവർ തിങ്കിങ് സോ ദാറ്റ് ഹ്യൂമാനിറ്റി സ്റ്റോപ്സ് ത്രെട്ടണിങ് ഇറ്റ്സ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. വി ആർ കോൾഡ് ടു അസിസ്റ്റ് ദ എർത്ത് ടു ഹീൽ ഹർ വൂൺസ് ആൻഡ് ഇൻ ദ പ്രോസസ് ഹീൽ അവർ ഓൺ. ഇൻഡീഡ് ടു എംബ്രേസ് ദ ഹോൾ ക്രിയേഷൻ ഇൻ ഓൾ ഇറ്റ്സ് ഡൈവേഴ്സിറ്റി, ബ്യൂട്ടി ആൻഡ് വണ്ടർ. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മുടെ എർത്തിനെ അസിസ്റ്റ് ചെയ്യണം, എർത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം, അവർക്ക് ഇതുവരെ ഏറ്റിട്ടുള്ള മുറിവുകൾ നമ്മൾ ഉണക്കാനായിട്ട് സഹായിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് തന്നെ ഏറ്റിട്ടുള്ള സ്വയം നമുക്ക് വാങ്ങിയിട്ടുള്ള മുറിവുകൾ നമുക്ക് ഉണക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദിസ് വിൽ ഹാപ്പൻ ഇഫ് വി സീ ദ നീഡ് ടു റിവൈവ് അവർ സെൻസ് ഓഫ് ബിലോങ്ങിങ് ടു എ ലാർജർ ഫാമിലി ഓഫ് ലൈഫ് വിത്ത് വിച്ച് വി ഹാവ് ഷെയർഡ് അവർ എവല്യൂഷണറി പ്രോസസ്. ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ്റ്ററി ദർ കംസ് എ ടൈം വെൻ ഹ്യൂമാനിറ്റി ഈസ് കോൾഡ് ടു ഷിഫ്റ്റ് ടു എ ന്യൂ ലെവൽ ഓഫ് കോൺഷ്യസ്നസ് ടു റീച്ച് എ ഹയർ മോറൽ ഗ്രൗണ്ട്. എ ടൈം വെൻ വി ഹാവ് ടു ഷെഡ് അവർ ഫിയർ ആൻഡ് ഗീവ് ഹോപ്പ് ടു ഈച്ച് അതർ. ദ ടൈം ഈസ് നൗ. നമ്മൾ ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ഉള്ളിൽ അത്രയും കാലം ഉണ്ടായിരുന്ന ഫിയറൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ എന്ത് വരണം, ഇനി ഹോപ്പ് വരണം. എന്നിട്ട് നമ്മൾ ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേയാണ് നമ്മൾ ഇത്രയും കാല ചരിത്രത്തിൽ
ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ പരിസ്ഥിതിയും അതേപോലെ നമ്മുടെ പൂർവികന്മാർ നമുക്ക് നേടിത്തന്നിട്ടുള്ള ഒരു ചുറ്റുപാടുമൊക്കെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ഭാവി തലമുറയ്ക്ക് അത് തിരിച്ചു കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. The Norwegian Nobel Committee has challenged the world to broaden the understanding of peace. There can be no peace without equitable development, and there can be no development without sustainable management of environment in a democratic and peaceful space. ഒരു പീസ്ഫുൾ സ്പേസിൽ വളരെ നല്ല രീതിയിൽ എൻവയൺമെൻറ്റ് മാനേജ് ചെയ്താൽ മാത്രമേയാണ് അവിടെ ശരിയായ രീതിയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ഇക്വിറ്റബിൾ ആയ രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേയാണ് അവിടെ പീസും ഉണ്ടാവുള്ളൂ. ദിസ് ഷിഫ്റ്റ് ഈസ് ആൻ ഐഡിയ ഹൂസ് ടൈം ഹാസ് കം. ഐ കോൾ ഓൺ ലീഡേഴ്സ് എസ്പെഷ്യലി ഫ്രം ആഫ്രിക്ക ടു എക്സ്പാൻഡ് ഡെമോക്രാറ്റിക് സ്പേസ് ആൻഡ് ബിൽഡ് ഫെയർ ആൻഡ് ജസ്റ്റ് സൊസൈറ്റീസ് ദാറ്റ് അലൗ ദ ക്രിയേറ്റിവിറ്റി ആൻഡ് എനർജി ടു ദെയർ സിറ്റിസൺസ് ടു ഫ്ലറിഷ്. ഏതൊരു ഗവൺമെൻറ്റും അവരുടെ സിറ്റിസൺസിനെ പൗരന്മാർക്ക് അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ദോസ് ഓഫ് us who have been privileged to receive education, skills, experiences and even power must be റോൾ മോഡൽസ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ലീഡർഷിപ്പ്. അപ്പോൾ നമ്മളെപ്പോലെ വിദ്യാഭ്യാസവും സാഹചര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുള്ള ആ ഒരു വിഭാഗത്തിലുള്ള ആളുകളാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള അവകാശങ്ങളൊന്നും കിട്ടാതെ പോയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ അവരുടെ ഭാഗമായിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. In this regard, I would also like to appeal for the freedom of my fellow laureate Aung San Suu Kyi so that she can continue her work for peace and democracy for the people of Burma and the world at large. ഈ വേറെ വ്യക്തിനെ കുറിച്ചാണ് പറയുന്നത്. ഓങ് സാൻ സ്യൂ കി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അവർ ഇതേപോലെ മുൻപ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവർ പറയുന്നത് ബർമയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റാണ്. അതേപോലെ തന്നെ മിനിസ്റ്ററൊക്കെ ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അവർ ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു സ്പീച്ച് നടക്കുന്ന സമയത്ത് അവർ ഹൗസ് അറസ്റ്റിലായിരുന്നു. അത് വീട്ടിൽ തന്നെ സ്വന്തം വീട്ടിൽ തന്നെ തടവിലായിട്ട് കഴിയുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ പറയുകയാണ് എന്നെപ്പോലെ തന്നെ ഒരുപാട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ ആ ഒരു ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആഗ്രഹിക്കുന്നത് കിട്ടുകയാണെങ്കിൽ അവർക്ക് തുടർന്നും അങ്ങോട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമായിരുന്നു എന്നുള്ള അവരുടെ ആ ഒരു ഐഡിയ ഇവിടെ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കൾച്ചർ പ്ലേസ് എ സെൻട്രൽ റോൾ ഇൻ ദ പൊളിറ്റിക്കൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ ലൈഫ് ഓഫ് കമ്മ്യൂണിറ്റീസ്. ഇനി പറയുന്നത് കൾച്ചറിനെ കുറിച്ചാണ്. കൾച്ചറിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനമുണ്ട്. ഇന്ത്യൻ കൾച്ചർ മേ ബി ദ മിസ്സിംഗ് ലിങ്ക് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കയെ സംബന്ധിച്ച് പലപ്പോഴൊക്കെ ഒരു മിസ്സിംഗ് ലിങ്കായിട്ട് ചിലപ്പോൾ കൾച്ചറിനെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. കൾച്ചർ ഇസ് ഡൈനാമിക് ആൻഡ് ഇവോൾവ്സ് ഓവർ ടൈം, കോൺഷ്യസ്ലി ഡിസ്കാർഡിംഗ് റിട്രോഗ്രസീവ് ട്രഡീഷൻസ് ലൈക്ക് ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ആൻഡ് എംബ്രേസിംഗ് ആസ്പെക്ട്സ് ദാറ്റ് ആർ ഗുഡ് ആൻഡ് യൂസ്ഫുൾ. അപ്പോൾ അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചർ എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. അത് ഓരോ കാലഘട്ടത്തിലും മാറി മാറി വരേണ്ടതാണ്. ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ പോലെയുള്ള ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതൊക്കെ നമ്മളിപ്പോൾ മാറ്റിക്കൊണ്ട് വരുന്നുണ്ട്. ആഫ്രിക്കൻസ് എസ്പെഷ്യലി ഷുഡ് റീഡിസ്കവർ പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ദെയർ കൾച്ചർ. ആഫ്രിക്കൻസ് എന്ത് ചെയ്യണം പ്രത്യേകമായിട്ട് എസ്പെഷ്യലി ഷുഡ് റീഡിസ്കവർ പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ദെയർ കൾച്ചർ. അവരുടെ കൾച്ചറിലെ തന്നെ പോസിറ്റീവ് ആസ്പെക്റ്റുകളെ തിരിച്ച് പിടിക്കണം. In accepting them, they would give themselves a sense of belonging, identity and self-confidence. അത് അവർക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് തരാനായിട്ട് സഹായിക്കും. Ladies and gentlemen, there is also a need to galvanize civil society and grassroots movements to catalyze change. I call upon governments to recognize the role of these social movements in building a critical mass of responsible citizens who help maintain checks and balances in society. സമൂഹത്തിൽ റെസ്പോൺസിബിലിറ്റിയുള്ള സിറ്റിസൺസിനെ അംഗീകരിക്കാനും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള സോഷ്യൽ മൂവ്മെൻറ്റ്സിനൊക്കെയും സപ്പോർട്ട് ചെയ്യാനുമുള്ള ഒരു മനസ്സ് നമ്മൾ ആര് കാണിക്കണം? നമ്മുടെ ഗവൺമെൻറ്റുകൾ തന്നെ കാണിക്കേണ്ടതുണ്ട്. ഓൺ ദെയർ പാർട്ട് സിവിൽ സൊസൈറ്റി ഷുഡ് എംബ്രേസ് നോട്ട് ഓൺലി ദെയർ റൈറ്റ്സ് ബട്ട് ഓൾസോ ദെയർ റെസ്പോൺസിബിലിറ്റീസ്. നമ്മുടെ സിവിൽ സൊസൈറ്റി എന്ത് ചെയ്യണം? അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ മാത്രം നോക്കിയാൽ പോരാ, അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ കൂടെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഫർദർ ഇൻഡസ്ട്രി ആൻഡ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മസ്റ്റ് അപ്രീഷിയേറ്റ് ദാറ്റ് എൻഷുറിംഗ് എക്കണോമിക് ജസ്റ്റിസ്, ഇക്വിറ്റി ആൻഡ് ഇക്കോളജിക്കൽ ഇൻറ്റഗ്രിറ്റി ഇസ് ഓഫ് ഗ്രേറ്റർ വാല്യൂ ദാൻ പ്രോഫിറ്റ്സ് അറ്റ് എനി കോസ്റ്റ്. അതേപോലെ തന്നെ ഇൻഡസ്ട്രികൾ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എന്ത് മനസ്സിലാക്കണം? ഇക്വിറ്റിക്കും ജസ്റ്റിസിനും ഈ എക്കോളജിക്കൽ ഇൻറ്റഗ്രിറ്റിക്കും ഒക്കെ വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. എന്തിലുപരിയായിട്ട് ലാഭക്കൊതിയുടെ മുകളിലായിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ അവർ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. The extreme global inequalities and prevailing consumption patterns continue at the expense of the environment and peaceful coexistence. The choice is ours. I would like to call on young people to commit themselves to activities that contribute toward achieving their long-term dreams. നമ്മൾ യങ് പീപ്പിളാണ് എന്ത് ചെയ്യേണ്ടത്? അവരുടെ ലോങ് ടേം ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ആക്ടിവിറ്റീസിലേക്കെല്ലാം നമ്മളെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. They have the energy and creativity to shape a sustainable future. നമുക്ക് സുസ്ഥിരമായിട്ടുള്ള ഒരു ഭാവി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എനർജിയും ക്രിയേറ്റിവിറ്റിയും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. To the young people, I say you are a gift to your communities.
ആൻഡ് ഇൻഡീഡ് ദ വേൾഡ്. നിങ്ങളൊരു ഗിഫ്റ്റ് തന്നെയാണ്. യു ആർ അവർ ഹോപ്പ് ആൻഡ് അവർ ഫ്യൂച്ചർ. ദ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു ഡെവലപ്മെൻറ്റ് ആസ് എക്സംപ്ലിഫൈഡ് ബൈ ദി ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് കുഡ് ബി എംബ്രേസ്ഡ് ആൻഡ് റെപ്ലിക്കേറ്റഡ് ഇൻ മോർ പാർട്സ് ഓഫ് ആഫ്രിക്ക ആൻഡ് ബിയോണ്ട്. ഇത്തരത്തിൽ നല്ല കാര്യങ്ങൾ, ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഇൻക്രീസ് ചെയ്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയും വ്യാപിപ്പിക്കേണ്ടത് ഈ പറയുന്ന യുവാക്കളുടെ കടമയാണ്. ഇറ്റ് ഈസ് ഫോർ ദിസ് റീസൺ ദാറ്റ് ഐ ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് ദ വാങ്കാരി മാത്തായി ഫൗണ്ടേഷൻ ടു എൻഷുർ ദ കണ്ടിന്യൂഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദീസ് ആക്ടിവിറ്റീസ്. ഓൾദോ എ ലോട്ട് ഹാസ് ബീൻ അച്ചീവ്ഡ്, മച്ച് റിമെയിൻസ് ടു ബി ഡൺ. ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനുപരിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനായിട്ടുണ്ട്. Excellencies, ladies and gentlemen, as I conclude, I reflect on my childhood experience. ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് കൂടെ അവർ പറയുന്നുണ്ട്. When I would visit a stream next to our home to fetch water for my mother. വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോയൊരു എക്സ്പീരിയൻസ്, അവരുടെ സ്ട്രീമിൽ നിന്ന് പോയത്. ഐ വുഡ് ഡ്രിങ്ക് വാട്ടർ സ്ട്രൈറ്റ് ഫ്രം ദി സ്ട്രീം. ഞാൻ സ്ട്രീമിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാറുണ്ടായിരുന്നു. പ്ലേയിങ് എമംഗ് ദി ആരോ റൂട്ട് ലീവ്സ് ഐ ട്രൈഡ് ഇൻ വെയിൻ ടു പിക്ക് അപ്പ് ദ സ്ട്രാൻഡ്സ് ഓഫ് റോക്സ് എക്സ് ബിലീവിംഗ് ദേ വർ ബീഡ്സ്. അതേപോലെ തന്നെ തവളകളുടെയൊക്കെ മുട്ടകൾ കാണുന്ന സമയത്ത് അത് ബീഡുകളാണ്, മുത്തുകളാണെന്ന് വിചാരിച്ചിട്ട് അവരത് എടുക്കാൻ പോകുമായിരുന്നു അത് ചെറിയ കുട്ടി വന്ന സമയത്ത്. ബട്ട് എവറി ടൈം ഐ പുട്ട് മൈ ലിറ്റിൽ ഫിംഗേഴ്സ് അണ്ടർ ദം ദേ വുഡ് ബ്രേക്ക്. പക്ഷെ എപ്പോഴൊക്കെ അത് തൊടാൻ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ മുട്ട പൊട്ടിപ്പോകാറുണ്ട്. ലേറ്റർ ഐ സോ തൗസൻഡ്സ് ഓഫ് ടാഡ്പോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ വാൽമക്രികൾ എന്ന് പറയില്ല, തവളയുടെ കുട്ടികൾ. അപ്പോൾ പിന്നീട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആയിരക്കണക്കിന് ഈ പറഞ്ഞ ടാഡ്പോൾസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് എനർജറ്റിക് ആൻഡ് റിഗ്ലിംഗ് ത്രൂ ദ ക്ലിയർ വാട്ടർ എഗൈൻസ്റ്റ് എ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ബ്രൗൺ എർത്ത്. ഇത്തരത്തിൽ വളരെ എനർജറ്റിക് ആയിട്ട് ഓടിച്ചാട്ടി നടക്കുന്ന ടാഡ്പോൾസിനെ കണ്ടിട്ടുണ്ട്. ദിസ് ഇസ് ദ വേൾഡ് ഐ ഇൻഹെറിറ്റഡ് ഫ്രം മൈ പാരൻസ്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ലോകമാണ് എനിക്ക് എൻ്റെ പാരൻസിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. ടുഡേ ഓവർ 50 years ലേറ്റർ ദ സ്ട്രീം ഹാസ് ഡ്രൈഡ് അപ്പ്. പക്ഷേ ഇപ്പോൾ എന്താണ്, ആ ഒരു സ്ട്രീമൊക്കെ ഉണങ്ങിപ്പോയി, വറ്റിപ്പോയി. വിമൻ വാക്ക് ലോങ് ഡിസ്റ്റൻസസ് ഫോർ വാട്ടർ. സ്ത്രീകൾ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു വെള്ളം കിട്ടാനായിട്ട്. വിച്ച് ഇസ് നോട്ട് ഓൾവേസ് ക്ലീൻ. പക്ഷേ കിട്ടുന്ന വെള്ളമാണെങ്കിൽ ഒട്ടും വൃത്തിയില്ലാത്തതാവും. ആൻഡ് ചിൽഡ്രൻ വിൽ നെവർ നോ വാട്ട് ദേ ഹാവ് ലോസ്. പക്ഷേ അതേപോലെ തന്നെ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലത്തെ ഒരു എക്സ്പീരിയൻസുകളും അറിയുന്നില്ല. അവർക്ക് എന്താണ് നഷ്ടപ്പെട്ടു പോകുന്നത് പോലും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ദ ചാലഞ്ചസ് ടു റീസ്റ്റോർ ദ ഹോം ഓഫ് ദി ടാഡ്പോൾസ് ആൻഡ് ഗിവ് ബാക്ക് ടു അവർ ചിൽഡ്രൻ എ വേൾഡ് ഓഫ് ബ്യൂട്ടി ആൻഡ് വണ്ടർ. അവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് വേണ്ട ചാലഞ്ച് എന്ന് പറയുന്നത് ഇനിയുള്ള കുട്ടികൾക്ക് അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ടാഡ്പോൾസിനെ തിരിച്ചു കൊടുക്കണം. അതായത് ആ പ്രകൃതിയുടെ ഭംഗിയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ആ ഒരു ഭംഗിയുള്ള അല്ലെങ്കിൽ വണ്ടർ തരുന്ന ആ ഒരു വേൾഡ് നമ്മൾ ആ കുട്ടികളുടെ കയ്യിൽ വെച്ച് കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഒരു സ്പീച്ച് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് അവർ പറയുന്നത്. അപ്പോൾ ആ മെയിൻ പോയിൻറ്റ്സൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. താങ്ക് യു.